കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവ് MDMA വിഴുങ്ങിയതായി സ്ഥിരീകരണം. താമരശ്ശേരി അരയത്തും ചാലിൽ സ്വദേശി ഫായിസ് ആണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. ഇയാൾ നേരത്തെ MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ്. പ്രതിയെ കൂടുതൽ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഗുഡ് മോർണിംഗ്. ഷാനിദിനെ പോലെ തന്നെ സ്വന്തം ജീവൻ പണയം പെടുത്തിക്കൊണ്ടാണ് ഫായിസും ഈ പോലീസ് പിടികൂടിയ സമയത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചത്, അങ്ങനെയല്ലേ? ആര്യ, തീർച്ചയായും അങ്ങേയറ്റം വിചിത്രമായ പെരുമാറ്റ രീതിയാണ് ഈ MDMA ഉപയോഗിക്കുന്നവരിൽ നിന്നും പുറത്തു വരുന്നത് എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള സംഭവവാസങ്ങൾ തെളിയിക്കുന്നത്. ഇതിൽ ഷാനിദ് എന്ന യുവാവ് MDMA ഉള്ളിൽ ചെന്ന ശേഷം മരണത്തിന് കീഴ്പ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം വയറ്റിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് പൊതി അടക്കം വയറ്റിൽ ഉണ്ട്, അല്ലെങ്കിൽ അത് പോലീസിനെ ഭയന്ന് കഴിച്ചു എന്നതൊക്കെ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ താമരശ്ശേരിയിൽ നിന്ന് തന്നെ അരയത്തഞ്ചാലിൽ സ്വദേശി ഫായിസ് എന്നയാളും സമാന രീതിയിൽ തന്നെ MDMA വിഴുങ്ങിയിരിക്കുന്നത്. ഇയാൾ ചുടലമുക്കിലെ വീട്ടിൽ വലിയ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴാണ് ഇയാൾ കൈവശമുണ്ടായിരുന്ന MDMA വിഴുങ്ങിയത്. അപ്പോൾ തന്നെ അതിന്റെ ഒരു ഭാഗം സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈവശം ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നാണ് MDMA വിഴുങ്ങിയെന്ന് മനസ്സിലായത്. അയാൾ വിഴുങ്ങുന്നത് കാണുകയും ചെയ്തിരുന്നു. തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് വിശദമായ പരിശോധനകൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അവിടെ നടത്തിയ വിശദമായ പരിശോധനയിൽ സ്കാനിംഗ് അടക്കമുള്ള പരിശോധന നടത്തിയപ്പോഴാണ് വയറ്റിനുള്ളിൽ തരിതരി പോലുള്ള ചില സാമഗ്രികളുടെ സാന്നിധ്യം ഉണ്ടെന്ന് തെളിഞ്ഞത്. അതെന്തായാലും MDMA ആണ് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. കാരണം ഈ യുവാവിനെ കീഴടക്കാൻ പോലീസ് ശ്രമിച്ചപ്പോൾ ഇയാൾ കൈവശമുണ്ടായിരുന്ന സാമഗ്രി വയറ്റിലേക്ക് ഇട്ടിരുന്നു. ഒപ്പം ഇതിന്റെ ഒരു ഭാഗം പോലീസിന് കണ്ടെത്താൻ ലഭിക്കുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് അത് MDMA ആണെന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും അടിയന്തരമായി ഇയാളെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ താമരശ്ശേരി സ്വദേശിയായ ഷാനിന്ദ്രിയും അസമാനമായ രീതിയിൽ തന്നെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചെങ്കിലും അയാൾ ശസ്ത്രക്രിയക്ക് അനുമതി നൽകാതിരിക്കുകയും വലിയ തോതിൽ ആ ശസ്ത്രക്രിയ നടത്തുന്ന പ്രവൃത്തി എതിർക്കുകയും ചെയ്തിരുന്നു. കാരണം ആരോഗ്യമായ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിധേയനാവുന്ന ആളുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ സമ്മതമില്ലാത്ത ഇത്തരം ശസ്ത്രക്രിയകൾ നടത്താൻ സാധിക്കില്ല. പിന്നീട് അകത്ത് കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയാൽ അത് വലിയ പ്രശ്നമായി തീരുകയും ചെയ്യും. എന്തായാലും ഇക്കാര്യത്തിൽ ശസ്ത്രക്രിയ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് അധികൃതർ എത്തിയിരിക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.